നമസ്കാരം. നമ്മള് മഹാഭാരതത്തിന്റെ 3 ദിവസത്തെ യുദ്ധം കഴിഞ്ഞു. അടുത്ത 4-ാം ദിവസത്തെ യുദ്ധമാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ 4-ാം ദിവസത്തെ യുദ്ധം പ്രഭാതമായപ്പോഴത്തേക്ക് ഇരു വിഭാഗക്കാരും യുദ്ധസന്നദ്ധരായി പോർക്കളത്തിൽ എത്തിക്കഴിഞ്ഞു. തലേ ദിവസം യുദ്ധത്തിൽ ഉണ്ടായ ക്ഷീണം അവർ എല്ലാവരും മറന്നു. കാരണം അതിനെ ആവർത്തിക്കാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി കൗരവരെ തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ള വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെ പാണ്ഡവരും പോരാടാൻ തുടങ്ങി. ദ്രോണർ, കൃപർ, ശല്യർ, ദുര്യോധനൻ തുടങ്ങിയ അനേകം കൗരവ നേതാക്കന്മാർ ഭീഷ്മരെ ചുറ്റി അങ്ങനെ നിന്നു. കാരണം ഭീഷ്മരാണ് സർവ്വസൈന്യാധിപൻ. അദ്ദേഹത്തിന് ഒരു പോറൽ പോലെ ഏക്കാൻ പാടില്ല. സർവ്വസൈന്യാധിപൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ യുദ്ധം തീർന്നു. അതോടെ യുദ്ധം അന്നത്തെ ദിവസം അവസാനിക്കും എന്നാണ്. കാരണം എപ്പോഴും പടകളെ നയിക്കാൻ ഒരു നേതാവ് വേണം, അല്ലെ ഒരു നായകൻ വേണം. ആ നായകൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതോടുകൂടി ഈ പടകൾ 4 ഭാഗത്തേക്കും ചിന്നിച്ചിതറിപ്പോകും. അപ്പൊ അങ്ങനെ അത്രയും ശക്തനായ ഭീഷ്മര് ആണ് കൗരവ സൈന്യത്തെ നയിക്കുന്നത്. അപ്പം അദ്ദേഹത്തെ പ്രശസ്തരായ ദ്രോണർ, കൃപർ, ശല്യർ, ദുര്യോധനൻ തുടങ്ങി കൗരവ നേതാക്കന്മാരെല്ലാം ചുറ്റപ്പെട്ട് സർവ്വസൈന്യാധിപനെ രക്ഷിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഭീഷ്മർ തന്റെ സൈന്യങ്ങളെ പാണ്ഡവ നിരയിലേക്ക് നയിച്ചു. അഭിമന്യുവാണ് അവരുമായി ആദ്യം ഏറ്റുമുട്ടിയത്. യുവാവായ അഭിമന്യു തനിക്കെതിരെ വന്ന അസ്ത്രങ്ങളെ അത്യധികം ശക്തിയോടുകൂടി നേരിട്ടു. അഭിമന്യു ഏകനായി പോരാടുന്നത് കണ്ട് അർജുനൻ അഭിമന്യുവിന്റെ രക്ഷയ്ക്കെത്തി. അധികം താമസിക്കാതെ ദൃഷ്ടദ്യുമ്നും അനേകം സൈന്യത്തോടുകൂടി അവിടെ എത്തി. ശല്യർ ദൃഷ്ടദ്യുമ്ന്റെ വില്ല് മുറിച്ച് ഉടൻ തന്നെ മറ്റൊരു വില്ലുമായി ദൃഷ്ടദ്യുമ്നൻ അനേക സൈന്യത്തോടുകൂടി വീണ്ടും എതിർക്കാൻ തുടങ്ങി. പാഞ്ചാല രാജാവ് ശല്യന്റെ നേർക്ക് ശക്തമായ ആക്രമണം നടത്തി. എന്നാൽ അഭിമന്യുവാണ് ശല്യർക്ക് നല്ല മറുപടി കൊടുത്തത്. അഭിമന്യുവിന്റെ കൂർത്തുമൂർത്ത ശരങ്ങളുടെ മുൻപിൽ ശല്യർക്ക് പിടിച്ചു നിൽക്കാനായില്ല. പിന്തിരിയാൻ തുടങ്ങിയ ശല്യർക്ക് സഹായമായി ദുര്യോധനും അനുജന്മാരും അവിടെ എത്തി. അപ്പോഴേക്കും ഭീമസേനനും അവിടെ എത്തി. ദുര്യോധനെ സഹോദരന്മാരെയും മുന്നിൽ കണ്ട ഭീമസേനൻ രൗദ്രഭാവത്തോടുകൂടി അലറി. ഒരു വലിയ സംഘം ആനകളെ സംഘടിപ്പിച്ചാണ് ദുര്യോധനൻ ഭീമനെ നേരിട്ടത്. ഗജവൃന്ദത്തെ കണ്ട്, ഗജവൃന്ദം എന്ന് പറഞ്ഞാൽ ആനക്കൂട്ടം, ഗജവൃന്ദത്തെ കണ്ട ഭീമസേനൻ തന്റെ ഇരുമ്പ് ഗദയുമായി രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി. സംഹാരമൂർത്തിയെ പോലെ ഇടം വലം നോക്കാതെ മത്തേഭങ്ങളുടെ മസ്തകം ആഞ്ഞടിച്ചു. മസ്തകത്തിൽ ആഞ്ഞടിച്ചു. ഭീമന്റെ ഉഗ്രമായ അടിയേറ്റ് ആനകൾ പലതും ചത്തുമലച്ചു. ശേഷിച്ചവ വിരുണ്ടോടി. പിന്നിലേക്ക് ഓടി ആനകളുടെ ചവിട്ടേറ്റ് സൈന്യങ്ങളിൽ ഏറെ പേർ ഞെരിഞ്ഞു മരിച്ചു. ശേഷിച്ചവർ ഓടി രക്ഷപ്പെട്ടു. എന്നാൽ ദുര്യോധനൻ ഭീമന്റെ ഈ വീരപരാക്രമങ്ങൾ കണ്ടിട്ടും പതറിയില്ല. ഭീമന്റെ നേർക്ക് ശക്തമായ ഒരു ആക്രമണത്തിന് ഒരുമ്പെട്ടു. അവന്റെ സഹോദരങ്ങളും മറ്റ് കൗരവ ശ്രേഷ്ഠന്മാരും ദുര്യോധനന്റെ സഹായത്തിനെത്തി. പക്ഷെ ഭീമൻ ഈ ആക്രമണത്തിന്റെ മുന്നിൽ പാറ പോലെ ഉറച്ചു നിന്നു. ഭീമൻ തന്റെ രഥത്തിൽ കയറി തേരാളിയായ വിശോകനോട് പറഞ്ഞു, വിശോക, ഇത് തന്നെ പറ്റിയ സമയം. ധൃതരാഷ്ട്രരുടെ അനവധി പുത്രന്മാരെ ഞാൻ മുന്നിൽ കാണുന്നു. അവരെ എല്ലാം ഇന്ന് ഞാൻ കൊന്നൊടുക്കും. അവരുടെ മുന്നിലേക്ക് തേർതെളിക്കൂ. വിശോകൻ സമർത്ഥമായി തേർതെളിച്ചു. ഭീമൻ ഒന്നിനു പിറകെ ഒന്നായി അസ്ത്രങ്ങൾ വർഷിച്ചു. ചിലത് ദുര്യോധനന്റെ മേൽ പതിച്ചെങ്കിലും പടച്ചട്ട അവനെ രക്ഷിച്ചു. ദുര്യോധനന്റെ ഒരു അമ്പേറ്റ് ഭീമൻ അല്പസമയം തേർത്തടത്തിൽ ഇരുന്നു പോയി. അത് കണ്ട് അഭിമന്യു ഭീമന്റെ രക്ഷയ്ക്കെത്തി. അവൻ ദുര്യോധനന്റെ ശല്യന്റെ നേർക്ക് അനവധി അസ്ത്രങ്ങൾ അയച്ചു. അവർക്ക് അഭിമന്യുവിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെയേറെ പ്രയാസം നേരിടേണ്ടി വന്നു. അപ്പോഴേക്കും ഭീമൻ മോഹാലസ്യം മാറി. ഭീമൻ പൂർവാധികം ശക്തിയോടുകൂടി ദുര്യോധന സഹോദരന്മാരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. അവരിൽ 8 പേരെ ഭീമൻ കാലപുരിക്കയച്ചു. അത് കണ്ടപ്പോൾ ശേഷിച്ചവർ ഭയപ്പെട്ട് കിടുകിട വിറച്ച് 4 ദിക്കിലേക്കും പാഞ്ഞു. ഭീമന്റെ പരാക്രമം കണ്ട് ഭീഷ്മർ അലറി, അതാ ഭീമൻ കൂട്ടക്കൊല നടത്തുന്നു, അവനെ പിടിക്കുവിൻ. ഉടനെ കൗരവർ ഭഗദത്തന്റെ നേതൃത്വത്തിൽ ഭീമന്റെ നേരെ കുതിച്ചു. ഭഗദത്തൻ
അവന്റെ പ്രസിദ്ധമായ ആനപ്പുറത്ത് കയറിയാണ് ഭീമനെ എതിർത്തത്. ഭഗദത്തൻ ഭീമനെ ലാക്കാക്കി അനവധി അസ്ത്രങ്ങൾ ചൊരിഞ്ഞു. ഒരു അസ്ത്രയേറ്റ് ഭീമൻ കൊടിമരത്തിൽ ചാരി നിന്നു. ഭീമൻ മൂർച്ഛിച്ചത് കണ്ട് ഭഗദത്തൻ ഭയങ്കരമായി അലറി. ഇത് കണ്ടു നിന്ന വൃഗോദരപുത്രൻ ഘടോൽക്കജൻ ഭഗദത്തനോട് ഏറ്റുമുട്ടി. മായായുദ്ധത്തിൽ പ്രാവീണ്യം നേടിയിരുന്ന ഘടോൽക്കജൻ മായ കൊണ്ട് ആനകളെയും രാക്ഷസന്മാരെ സൃഷ്ടിച്ച് ഭഗദത്തനോട് എതിർത്തു. ഭഗദത്തൻ ആകെ കുഴഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഭീഷ്മരും ദ്രോണരും മറ്റു കൗരവ സേനാനികളും അവർക്കടുത്തേക്ക് എത്തി. ഘടോൽക്കജനെ എതിർക്കാൻ അവർക്ക് ആർക്ക് കഴിഞ്ഞില്ല. കാരണം ഘടോൽക്കജൻ രാക്ഷസനാണ്, രാക്ഷസ സ്ത്രീയിൽ ഭീമൻ ഉണ്ടായ പുത്രനാണ്. അപ്പോ അവന് പല മായാപ്രയോഗങ്ങളും അറിയാം. ആ മായാപ്രയോഗത്തിലൂടെ ഭഗദത്തനെ ആക്രമിച്ചുകൊണ്ടിരുന്നു. ഭഗദത്തൻ കുറച്ച് ക്ഷീണിതനായി. അന്നേരം ഭഗദത്തനെ സഹായിക്കാനായിട്ട് കൗരവരെല്ലാരും കൂടെ ഒത്തുവന്നു. എന്നിട്ടും ഘടോൽക്കജന്റെ മുമ്പിൽ അവർക്ക് ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കൗരവ സൈന്യം മുഴുവൻ പരിഭ്രമിച്ചു. നമുക്ക് ഇനി ഈ രാക്ഷസനോട് പോരാടാൻ കഴിയില്ല, നമ്മുടെ ആൾക്കാരെല്ലാം ക്ഷീണിച്ചു, രാത്രിയാകുമ്പോൾ രാക്ഷസന്മാരുടെ ശക്തി കൂടും, അതുകൊണ്ട് ഇന്നത്തെ യുദ്ധം നമുക്ക് അവസാനിപ്പിക്കാം, ഘടോൽക്കജനെ നമുക്ക് നാളെ നേരിടാം ഗത്യന്തരമില്ലാതെ ഭീഷ്മർ അഭിപ്രായപ്പെട്ടു. ഭീഷ്മരുടെ അഭിപ്രായം ദ്രോണർക്കും സ്വീകാര്യമായി. സൂര്യാസ്തമനം അടുത്തു കഴിഞ്ഞതിനാൽ അന്നത്തെ യുദ്ധം അവസാനിപ്പിച്ചു. ഇരു സൈന്യങ്ങളും തങ്ങളുടെ ശിബിരത്തിലേക്ക് മടങ്ങി. പരാജിതരായ കൗരവർ നിരാശയോടും വിജയിച്ച പാണ്ഡവർ സന്തോഷത്തോടും കൂടിയാണ് അവരവരുടെ കൈനിലങ്ങളിൽ എത്തിച്ചേർന്നത്. ദുര്യോധനൻ ദുഃഖിതനായിരുന്നു. തന്റെ സഹോദരന്മാരിൽ ഏതാനും പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അയാൾക്ക് ഉറക്കം വന്നില്ല. ദുര്യോധനന് ഉറക്കം വന്നില്ല. ദുര്യോധനൻ പതുക്കെ എഴുന്നേറ്റ് ഭീഷ്മരുടെ ശിബിരത്തിലെത്തി. ഭീഷ്മർ ഉറങ്ങിയിരുന്നില്ല. ദുര്യോധനൻ വന്നത് എന്തിനാണെന്ന് അദ്ദേഹം തിരക്കി. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, പിതാമഹ, കൗരവർ കരുത്തരാണ്, അവരെ നയിക്കുന്ന അങ്ങും ദ്രോണരും ഒക്കെ മഹാരഥന്മാരാണ്. എന്നിട്ടും നാം അനുദിനം തോൽവി നേരിടുന്നു, പാണ്ഡവർ അജയ്യരാകുന്നു. ഇതിന്റെ കാരണം എന്താണ്? ഭീഷ്മർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൗരവ രാജാവേ, കൃഷ്ണൻ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. അദ്ദേഹം നയിക്കുന്ന പാണ്ഡവരെ ജയിക്കുക അസാധ്യമാണ്. ഈ വസ്തുത പല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അവരോട് സഖ്യമുണ്ടാക്കി സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ പല പ്രാവശ്യം ഉപദേശിച്ചു. നീ ചെവിക്കൊണ്ടില്ല. അതിന്റെ ഫലമാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നത്. പാണ്ഡവർ ജയിക്കുമെന്നത് ഭീഷണി പ്രയോഗം കൊണ്ടല്ല, മന്ത്രപ്രയോഗമോ മായാപ്രയോഗമോ അവർക്കില്ല. അവർ ശക്തന്മാരാണ്. അവർ ധർമ്മത്തിനു വേണ്ടി പോരാടുന്നു. ധർമ്മം എവിടെയുണ്ടോ അവിടെ വിജയമുണ്ട്. അതുകൊണ്ട് നീ അവരുമായി യോജിക്കുന്നതാണ് നല്ലത്. ഭീഷ്മന്റെ വാക്കുകൾ പാണ്ഡവരോട് ഒടുങ്ങാത്ത പകവച്ചു പുലർത്തുന്ന ദുര്യോധനന്റെ മനസ്സിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ല. യുദ്ധം തുടങ്ങണമെന്ന് ഭീഷ്മരെ അറിയിച്ചിട്ട് ദുര്യോധനൻ മടങ്ങി. 4-ാം ദിവസത്തെ യുദ്ധത്തിൽ തന്റെ ഏതാനും പുത്രന്മാർ വധിക്കപ്പെട്ടു എന്ന് സഞ്ജയനിൽ നിന്ന് ധൃതരാഷ്ട്രർ അറിഞ്ഞു. ധൃതരാഷ്ട്രർ അത്യന്തം ദുഃഖിച്ചു. എന്നിട്ട് സഞ്ജയനോട് പറഞ്ഞു, സഞ്ജയ, നീ ദിവസവും വ്യഥ ഉളവാക്കുന്ന വാർത്തകളാണ് എന്നോട് പറയുന്നത്. എന്റെ മക്കളിൽ ഏതാനും പേരെ ഭീമൻ വധിച്ചു. എനിക്ക് ദുഃഖം താങ്ങാൻ കഴിയുന്നില്ല. എന്റെ പുത്രന്മാർക്ക് ജയിക്കാൻ സാധ്യതയൊന്നുമില്ലേ? ഇപ്രകാരം പറഞ്ഞു വിലപിക്കുന്ന ധൃതരാഷ്ട്രരോട് സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവേ, അങ്ങയ്ക്ക് വേണ്ടി സന്തോഷകരമായ വാർത്തകൾ സൃഷ്ടിക്കാൻ എനിക്ക് കഴിയുമോ? ഇതെല്ലാം സ്വയം വരുത്തി വെച്ച വിനകളാണ്. എല്ലാം ധൈര്യത്തോടെ സഹിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. വിതുരർ പറഞ്ഞതെല്ലാം ഒന്നൊന്നായി സംഭവിക്കുന്നു എന്ന് ധൃതരാഷ്ട്രർ മനസ്സിലാക്കി നെടുവീർപ്പിട്ടുകൊണ്ട് ദുഃഖിതനായി അദ്ദേഹം ഇരുന്നു. ഘടോൽക്കജനോട് വീണ്ടും എതിരിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സൂര്യാസ്തമനമായി 4-ാമത്തെ ദിവസത്തെ യുദ്ധം തീർന്നു. ഈ 4-ാം ദിവസത്തെ യുദ്ധത്തിൽ എന്തൊക്കെ സംഭവിച്ചു? കൗരവരില് ധൃതരാഷ്ട്രരുടെ 7-8 മക്കള് മരിച്ചു കഴിഞ്ഞു. അപ്പൊ മുതല് ദുര്യോധനനും വളരെ വിഷമമായി. സഞ്ജയനിൽ നിന്ന് ആ കാര്യങ്ങൾ കേട്ട ധൃതരാഷ്ട്രർ വിലപിച്ചുകൊണ്ട് വിതുരരുടെ ഉപദേശം കേൾക്കാത്തത് കൊണ്ട് സംഭവിച്ചതാണിതെല്ലാം, വിതുരർ പറഞ്ഞത് ഒന്നൊന്നായി ഫലിക്കുന്നു എന്ന് ധൃതരാഷ്ട്രർ മനസ്സിലാക്കുന്നു. 5-ാം ദിവസത്തെ യുദ്ധത്തിന് മകരമത്സ്യത്തിന്റെ ആകൃതിയിലുള്ള വ്യൂഹമാണ് ഭീഷ്മർ തന്റെ സൈന്യങ്ങളെ അണിനിരത്തിയത്. സുരക്ഷിതവും സമർത്ഥവുമായ വ്യൂഹബന്ധനം പാണ്ഡവരെ ആശ്ചര്യപ്പെടുത്തി. പാണ്ഡവർ ശ്വേനവ്യൂഹം ചമച്ച് കൗരവപ്പടയെ എതിർക്കാൻ തീരുമാനിച്ചു. അതായത് ശ്വേനം എന്ന് പറയുന്നാൽ പരുന്തെന്നാണ് അർത്ഥം.
ഒരു പരുന്ത് ചിറകു വിരിച്ച് നിലം പതിഞ്ഞിരിക്കുന്നത് പോലെയാണത്. അതിന്റെ കൊക്കിന്റെ ഭാഗത്ത് വലിയ ഗദയുമായി ഭീമസേനനും നിന്നു. കണ്ണുകൾ, ചിറകുകൾ, പിറകുവശം, പൃഷ്ഠഭാഗം, പാർശ്വഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ അജയ്യരായ പാണ്ഡവ പ്രമാണികളും നിലയുറപ്പിച്ചു. പാണ്ഡവപ്പടയുടെ വ്യൂഹബന്ധനം കൗരവരെ അതിശയിപ്പിച്ചു. ആദ്യം തന്നെ രണ്ടു വ്യൂഹങ്ങളുടെ തലപ്പത്ത് നിന്നിരുന്ന ഭീഷ്മരും ഭീമനും തമ്മിൽ ഘോര യുദ്ധം നടന്നു. ഭീഷ്മർ ശരങ്ങൾ കൊണ്ട് ഭീമനെ മൂടി. ഭീമൻ ലേശം പോലും ഭയമില്ലാതെ തിരിച്ചു ശരങ്ങൾ ഏതുകൊണ്ടിരുന്നു. എങ്കിലും അപാര വൈദഗ്ധ്യമുള്ള ഭീഷ്മനാണ് അന്ന് മുൻതൂക്കം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അർജുനൻ അവിടെ എത്തി. അതായത് വില്ലാളി വീരനായ അർജുനന് മാത്രമേ ഭീഷ്മരോട് എതിർക്കാൻ പറ്റൂ. കാരണം ഭീഷ്മർ പരശുരാമന്റെ ശിഷ്യനാണ്. ഗദായുദ്ധത്തിൽ വൈദഗ്ധ്യമുള്ള ആളാണ് ഭീമസേനൻ. അപ്പൊ ഭീഷ്മരും ഭീമനും നടന്ന യുദ്ധത്തിൽ ഭീഷ്മർക്കാണ് എപ്പോഴും മേൽക്കോയ്മ ഉണ്ടായിരുന്നത്. അത് കണ്ടുകൊണ്ടാണ് അർജുനൻ അവിടെ എത്തി ഭീഷ്മരോട് ഏറ്റുമുട്ടി. രണ്ടുപേരും വില്ലാളി വീരന്മാരായതുകൊണ്ട് തുല്യ നിലയിൽ പോരാടി. പടക്കളത്തിൽ ഇരുവിഭാഗങ്ങളിലും പൊരിഞ്ഞ യുദ്ധം നടന്നു. കാശി രാജാവും അവന്തി രാജാവും തമ്മിലും, യുധിഷ്ഠിരനും ശല്യരും തമ്മിലും, ശിഖണ്ഡിയും ചിത്രസേനനും തമ്മിലും പോരാടി. വികർണൻ സഹദേവനോടും, ചേതികാനനൻ ദ്രുപദനോടും, മത്സ്യരാജാവായ വിരാടൻ ശകുനിയോടും യുദ്ധം ചെയ്തു. ദിക്കുകളെല്ലാം പൊടിപടലം കൊണ്ട് മൂടി. കഴിഞ്ഞ 4 ദിവസത്തെ യുദ്ധത്തെക്കാൾ ഭയാനകമായിരുന്നു 5-ാം ദിവസത്തെ യുദ്ധം. അവസാനം സാത്യകിയും ഭൂരിശ്രവസും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. ഇരുവിഭാഗങ്ങളും യുദ്ധം നിർത്തി. പോർക്കളത്തിൽ കുന്നുപോലെ ശവങ്ങൾ കുന്നുകൂടി. അരുവികൾ പോലെ രക്തമൊഴുകി. രക്തം നക്കി കുടിക്കാനും ശവങ്ങൾ കടിച്ചു വലിച്ചു തിന്നാനും കുറുനരികൾ പടക്കളത്തിൽ നിരന്നു കഴിഞ്ഞു. അങ്ങനെ 5-ാം ദിവസത്തെ യുദ്ധവും കഴിഞ്ഞു. സൂര്യൻ അസ്തമിച്ചു. ഇരുവിഭാഗങ്ങൾ അവരവരുടെ പാളയങ്ങളിലേക്ക് പോയി. അടുത്തത് 6-ാം ദിവസത്തെ യുദ്ധമാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. 6-ാം ദിവസത്തെ യുദ്ധം അടുത്ത ദിവസം.